ബിഗ് ബോസ് സീസൺ 6 ഇന്നത്തെ ലൈവിനെ കുറിച്ചിട്ട് പറയുന്നതിന് മുൻപ് ഒരു ഭക്തൻ ബിഗ് ബോസ് ഭക്തൻ അയച്ചിരിക്കുന്ന കത്ത് വായിക്കേണ്ടതുണ്ട്. ചേട്ടാ, ബിഗ് ബോസ് സീസൺ 6 ഞങ്ങൾക്ക് ഇതുവരെ രാജാവിനെ കിട്ടിയില്ല. ജിൻഡോനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു നിമിഷത്തിൽ നല്ലതായിരിക്കുമോ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. ഇത്തിരി കാത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ വൈൽഡ് കാർഡിൽ ആരെങ്കിലും നല്ലത് വരുമോ എന്നുള്ളത് നോക്കാം. എന്നിട്ട് ഒരു രാജാവിനെ സെലക്ട് ചെയ്യുന്നതായിരിക്കും അഭികാമ്യം എന്ന് എനിക്ക് തോന്നുകയാണ്. ഈ ഗെയിം ചേഞ്ചിന് വേണ്ടി ഒരാൾ എന്ത് ചെയ്തു എന്നുള്ളതൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് നിങ്ങൾ ഒരാൾക്ക് കൂടുതൽ സപ്പോർട്ട് കൊടുക്കേണ്ടത്. ഇപ്പോൾ ജിൻഡോ ഈ ഒരു ഘട്ടത്തിൽ നോക്കുന്ന സമയത്ത് നുണ പറയുക, കുത്തിത്തിരിപ്പുണ്ടാക്കുക, അങ്ങനെയുള്ളതല്ലാതെ പ്രത്യേകിച്ച് ഗെയിമൊന്നും കാണാനായിട്ട് സാധിക്കുന്നില്ല. ഇതിപ്പം നോക്കിക്കാണുന്നതിൻ്റെ ഒരു വ്യത്യാസമുണ്ട്. ഇപ്പം അൻസിബ, അതേപോലെ തന്നെ നോറ, ഋഷി, അർജുൻ. അപ്പോൾ അതിൽ അൻസിബ കുത്തിത്തിരിപ്പുകാരിയാണ്. അവിടെ ഇവിടെയൊക്കെ പോയി ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ആളുകളെ തമ്മിൽ തെറ്റിക്കും എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, വലിയ പിന്തുണ കിട്ടാറുണ്ട്. അപ്പൊ അൻസിബ അങ്ങനെയുള്ള ഒരാളാണ്, അൻസിബ ടോക്സിക് ആണ് എന്നൊക്കെ വലിയ കമന്റുകൾ വരാറുണ്ട്. എന്നാൽ ജിൻഡോയ്ക്ക് ഈ പ്രശ്നമില്ല. ജിൻഡോ ഏത് തരം കള്ളം പറഞ്ഞാലും, എന്ത് കുത്തിത്തിരിപ്പ് എവിടെ പോയി ഉണ്ടാക്കിയാലും ജിൻഡോയ്ക്ക് വലിയ ഫാൻ സപ്പോർട്ടുണ്ട്. അദ്ദേഹം ഗെയിം ചേഞ്ചറാണ്. അതൊരു തരം ദാരിദ്ര്യാവസ്ഥയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇപ്പം തൽക്കാലം ഈ അത്രയധികം രാജാവ് വേണമെന്ന് ആഗ്രഹമുള്ള ആളുകൾ ഒന്ന് വെയിറ്റ് ചെയ്യുക. വൈൽഡ് കാർഡ് വരട്ടെ. വൈൽഡ് കാർഡ് വരുന്ന സമയത്ത് വളരെ ഈസി ആയിട്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നുണ മാത്രമേ ഉള്ളൂ ജിൻഡോയ്ക്ക്. ഇപ്പോൾ ഉള്ള നുണകളെല്ലാം പൊട്ടുന്നുണ്ട്. പക്ഷേ ഈ നുണകളെല്ലാം പൊട്ടുന്നത് എപ്പിസോഡിൽ കാണാൻ പറ്റുന്നില്ല, ലൈവിലാണ് കാണാൻ പറ്റുന്നത്. ഇപ്പൊ ഇന്നലെ റസ്മിൻ ജിൻഡോയ്ക്ക് പണിഷ്മെന്റ് കൊടുത്ത സമയത്ത് വളരെ മോശമായിട്ട്, അതൊക്കെ മോശം ആക്ടാണ്. അതൊക്കെ ഒരാളുകളുടെ വ്യക്തിത്വത്തെ സൂചിപ്പിക്കുന്ന ഒരു സംഗതിയാണ്. കിച്ചണിൽ വേസ്റ്റ് കൊണ്ട് അവിടെ ഇടുന്നു. അപ്പോൾ വേസ്റ്റ് ഇടുന്നതിന്റെ സമയത്ത് ഈ മുട്ടയുടെ സംഭവം ഉണ്ട് എന്നുള്ളത് റസ്മിന് അറിയുന്നില്ല. അപ്പോൾ ഇത് ജിൻഡോ ക്ലീൻ ചെയ്തു, ബുദ്ധിമുട്ടിലേക്കാവുന്നു, ജിൻഡോ പരാതി പറയാൻ വേണ്ടി പോകുന്നു. ഇതൊക്കെ മോശം ആക്ടാണ്. പക്ഷേ ആ ഒരു സിറ്റുവേഷനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത്രയധികം വലിയ കള്ളാണ് തൻ്റെ ടീം മെമ്പേഴ്സിനെതിരെ ജിൻഡോ പറഞ്ഞത്. ടീമിൽ എടുക്കുന്ന ഒരു ഡിസിഷൻ, അത് ടീമായിട്ട് എടുക്കുന്ന ഒരു ഡിസിഷനാണ്. അപ്പോൾ അതൊരു ടീം പവർ കാണിക്കേണ്ട ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ടീം പവർ കാണിക്കേണ്ട ഒരു സിറ്റുവേഷനിൽ ജാൻമണിക്ക് എപ്പോഴെപ്പോഴും വന്ന് ചായ എടുക്കാൻ പറ്റില്ല എന്ന് ടീം ഡിസൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ജിൻഡോ ചെയ്യേണ്ടത്. എന്നാൽ ടീമിന്റെ മുൻപിൽ അതിനോടൊപ്പം നിൽക്കുകയും പുറത്ത് വന്നിട്ട് ടീമിനെതിരായിട്ട് അത് ടീം കാണിച്ചത് മോശമാണ് എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ അവരോട് പറഞ്ഞത്, അർജുൻ നീ പറഞ്ഞത് നന്നായി, നീ ചെയ്തത് നന്നായി, ഇത് എനിക്ക് പറയാൻ പറ്റില്ല, ജാൻമണി എൻ്റെ ഫ്രണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് അഭിനന്ദിച്ച ആളാണ് പുറത്ത് വന്നിട്ട് ഒരു ഗെയിം കളിക്കുന്നത്. ശരിക്കും ഇത് ജിൻഡോ എന്താണ് ഉദ്ദേശിക്കുന്നുള്ളത് എനിക്കറിയില്ല. ജിൻഡോ ശരിക്കും ഈ നുണകൾ പ്ലാൻ ചെയ്യാനായിട്ടാണോ ആഗ്രഹിക്കുന്നത്, പ്രേക്ഷകർ ഈ നുണകൾ വിശ്വസിക്കുമെന്നുള്ളതാണോ ആഗ്രഹിക്കുന്നത് എന്നൊന്നും അറിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ജിൻഡോയുടെ ഈ നുണകൾ കേട്ടിട്ട് അദ്ദേഹത്തെ ഒരു ഗെയിം ചേഞ്ചർ നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ അപ്സരയുടെ ഒരു കാര്യം, അതിപ്പോ ഇന്ന് അപ്സര ക്ലാരിറ്റി കൊടുത്തിരുന്നു. അപ്സര പല്ല് തേച്ചിട്ട് വേസ്റ്റ് ബിന്നിൽ തുപ്പി. അപ്പൊ അപ്സര മൈൻഡ് ഔട്ടായിട്ട് അങ്ങനെ ചെയ്തു എന്നുള്ളതാണ് ഇന്ന് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത്. ഇത് ജിൻഡോയോട് പറഞ്ഞു പോലും, ജിൻഡോ ചേട്ടാ ഞാൻ അറിയാതെ ചെയ്താണ്, എനിക്കറിയില്ല എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല, ഞാൻ ക്ലീൻ ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ ജിൻഡോ അവിടെ നൈസായിട്ട് അത് കുഴപ്പമില്ല മോളെ, ഒന്നും പ്രശ്നമില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അത് നേരെ സഭയിലേക്ക് കൊണ്ടുവന്നിട്ട് അപ്സര ഹൈജീനിക് അല്ല എന്നുള്ള രീതിയിൽ കമന്റ് ചെയ്തു. അപ്പൊ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരാളുടെ പേഴ്സണാലിറ്റി, ഒരാളുടെ ക്വാളിറ്റിയൊക്കെ കാണിക്കുന്ന സംഗതികളാണ്. ശരിക്കും അവിടെ അത് ഒരു ഹൈജീൻ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി അല്ലാതെ എല്ലാ ആൾക്കാരെയും ബാധിക്കുന്നതാണെന്നുണ്ടെങ്കിൽ അവിടെ ജിൻഡോയ്ക്ക് അതൊരു മോർണിംഗ് ഇഷ്യൂ ആക്കാം, അതിനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ജിൻഡോ അവിടെ ഒരു ഇഷ്യൂ ആക്കാനോ പണിഷ്മെന്റ് കൊടുക്കാനോ റെഡിയല്ല. അത് അപ്സര ജിൻഡോയ്ക്കെതിരെ ഒരു വിമർശനം പറഞ്ഞ സമയത്ത് അത് നേരെ എടുത്ത് ഇങ്ങടേക്ക് ഇടുകയാണ്. അതുകൊണ്ട് തന്നെ അവിടെ കേൾക്കുന്ന കാര്യം ഇവിടെ നുണയായിട്ട് വന്ന് പറയുന്നത് ശരിക്കും ഗെയിം മാറ്റും. അത് ഗെയിമർ ആയതുകൊണ്ടല്ല, അത് എല്ലായിടത്തും അങ്ങനെയാണ്. ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ വീട്ടിൽ പരസ്പരം എല്ലാ ആൾക്കാരും കള്ളം പറയുകയാണെന്നുണ്ടെങ്കിൽ വീട് സുഗമമായിട്ട് നടന്നു പോകുമോ? ഇല്ല, വീട് സുഖമായിട്ട് നടക്കാൻ പറ്റത്തില്ല. എല്ലാവരും കള്ളം പറയുന്നവരാണെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് എങ്ങനെയാണ് നടക്കുന്നത്? അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛൻ എല്ലാ കാര്യങ്ങളും കള്ളമായിട്ടാണ് പറയുന്നത്, നിങ്ങളുടെ കൂട്ടുകാർ നിങ്ങളോട് കള്ളാണ് പറയുന്നത്. ഈ കള്ളങ്ങൾക്കിടയിൽ സ്വാഭാവികമായിട്ടും ചില തെറ്റിദ്ധാരണകൾ ഉണ്ടാവും, കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവും. അതൊരു ഒരു സ്ട്രാറ്റജി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ കള്ളം എന്ന് പറയുന്നത്, നുണ പറയുക എന്ന് പറയുന്നത് അത് ചില ആളുകളുടെ സ്വഭാവത്തിൽ അലിഞ്ഞു ചേരുന്ന ഒരു സംഗതിയാണ്. ഇപ്പൊ ജിൻഡോയുടെ നുണകൾ അതൊരിക്കലും ഗെയിമായിട്ട് എനിക്ക് നോക്കി കാണാൻ പറ്റുന്നില്ല. നുണകളാണ് എന്ന് പറഞ്ഞാൽ നുണയെ പറയുള്ളൂ, നുണയല്ലാതെ ഒന്നും പുള്ളി പറയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു അവസ്ഥയിൽ തൽക്കാലം ഒന്ന് വെയിറ്റ് ചെയ്യുക. അതേപോലെ ഈ രാജാവിനെയൊക്കെ പുകഴ്ത്താനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ ഒന്ന് മനസ്സിലാക്കുക, ഇപ്പം അടുത്ത് ഇലക്ഷന്റെ ഡേറ്റ് വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഈ ഞഞ്ഞ ബിഗ് ബോസ് ഗെയിം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇത് കാണുന്നതിനകത്ത് ചില ലാഭമുണ്ട്, നിങ്ങൾക്ക് കുറച്ച് എന്റർടൈൻമെന്റ് കിട്ടും എന്നുള്ളതല്ലാതെ ഇതല്ല നമ്മുടെ മെയിൻ സംഭവം. ഇതല്ല, തെരഞ്ഞെടുപ്പൊക്കെയാണ് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി കാണേണ്ടത്. നമ്മളുടെ ഭാവിയെ നിർണ്ണയിക്കുന്നത് ഇവിടുത്തെ രാജാവല്ല, നമ്മുടെ ഭാവിയെ നിർണ്ണയിക്കുന്നത് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വമൊക്കെയാണ്. നമുക്ക് വോട്ട് ചെയ്യാതിരിക്കാം, വല്ല കാര്യമുണ്ടോ? ചെയ്തിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞാൽ ചെയ്യാതിരുന്നിട്ട് കാര്യമുണ്ടോ?
ഇല്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ ഈ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളും സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ ചെയ്യേണ്ടത്. ഭയങ്കരമായിട്ടുള്ള രാജാവ് കമന്റുകൾ ഇന്നലെ കണ്ടു. ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇന്നും ഒരു അടി ഉണ്ടാകാൻ പറ്റുന്ന തരത്തിലുള്ള സംഭവമാണ് ബിഗ് ബോസ് അറേഞ്ച് ചെയ്തത്. എന്നാൽ കണ്ടസ്റ്റൻസ് വളരെ ലൈറ്റ് ആയിട്ടാണ് അതിനെ സമീപിച്ചത്. പറയുന്നത് കുറച്ചുകൂടി ക്ലാരിറ്റിയോടെ പറയണമെന്നൊക്കെ ബിഗ് ബോസ് പരാതിപ്പെടുന്നുണ്ടായിരുന്നു. സ്കൂളിൽ ചേർക്കാൻ മാത്രം മെച്യൂരിറ്റി ഉള്ള കണ്ടസ്റ്റൻസിനെ സെലക്ട് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ അവരെ ഏത് ക്ലാസ്സിൽ ചേർക്കുമെന്ന് പറയുക. അങ്ങനെയുള്ളതായിരുന്നു ടാസ്ക്. ഗബ്രി, യമുന, ഋഷി, അപ്സര എന്നിവരെയാണ് പറയുന്നത്. യമുന എപ്പോഴും വളരെ യങ്ങായിട്ട് തന്നെ കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യുന്ന, പലപ്പോഴും ഒരു ടീനേജിലേക്കൊക്കെ പോകുന്ന പെരുമാറ്റമുള്ള ഒരാളാണ്. ഭയങ്കര എനർജറ്റിക് ആണ്. അതുകൊണ്ട് യമുനേനെ ചെറിയ ക്ലാസ്സുകളിലേക്ക് വിടുന്നു, ഋഷിയെ 7ാം ക്ലാസ്സിലേക്ക് വിടുന്നു. അദ്ദേഹം ഭരതനാട്യം പോലെയുള്ള ഡാൻസുകളൊക്കെ പഠിക്കാൻ പറ്റുന്ന ഒരു പ്രായത്തിൽ നിൽക്കുന്നതായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ 7ാം ക്ലാസ്സിലേക്ക്. അപ്സര വളരെ മെച്യൂറായിട്ടുള്ള ഒരു 10th നിൽക്കാൻ പാകത്തിലുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അപ്സരയുടെ ഒരു ലീഡർഷിപ്പിനെ കുറിച്ചിട്ടും ഗെയിമിലെ ഒരു ആക്റ്റീവ് ഇൻവോൾവ്മെന്റിനെ കുറിച്ചിട്ടുമാണ് ഗബ്രി ഉദ്ദേശിക്കുന്നത്. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ്. ജാസ്മിൻ ഗബ്രിയെയും നോറയും ഋഷിയുമാണ് പറയുന്നത്. ഗബ്രിയുടെ പിണക്കങ്ങൾ, പൊസസീവ്നെസ്, ഈ കാര്യത്തെ കുറിച്ചിട്ട് റസ്മിനും പറയുന്നുണ്ട്. പിടിവാശി, ഈ കാര്യങ്ങളെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. പിന്നെ ഋഷിയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ പിടിവാശിയൊക്കെ ഉള്ള ഇച്ചിരി വില്ലനായിട്ടുള്ള ഒരു സ്കൂൾ കിഡാണ്. നോറ എപ്പോഴും പരാതിയൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും കരയുന്ന ഒരു UKG കിഡാണ് എന്ന് പറയുന്നു. യമുന, ജാൻമണി, നോറ, ജിൻഡോ എന്നിവരാണ് പറയുന്നത്. ജാൻമണി ഭയങ്കര കുട്ടിത്തം നിറഞ്ഞൊരു വ്യക്തിയാണ്, അതുകൊണ്ട് ചെറിയ ക്ലാസ്സിലേക്ക് വിടുന്നു. നോറ എപ്പോഴും പരാതി പറയുന്ന ഇമോഷണൽ ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. ജിൻഡോ എപ്പോഴും കള്ളമൊക്കെ പറയുന്ന ഉടായ്പായിട്ടുള്ള ഒരു പയ്യനാണ്. ശ്രീരാഗ്, യമുന, ജാൻമണി, ജിൻഡോ എന്നിവരെ പറയുന്നു. ജിൻഡോയ്ക്ക് എല്ലാവർക്കും ഉള്ളത് സെയിം കാരണമൊക്കെ തന്നെയാണ്. ജാൻമണിയുടെ കുട്ടിത്തത്തെ കുറിച്ചിട്ട് പറയുന്നുണ്ട്, പിടിവാശിയെ കുറിച്ചിട്ടും പറയുന്നുണ്ട്. പിന്നെ യമുന 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് എന്ന് ശ്രീരേഖ പറയുന്നു. ഇതിനകത്തൊന്നും വലിയ കാര്യമായിട്ടുള്ള സംഗതികളൊന്നുമില്ല. എന്നാൽ ഇത് യമുനേനെ കാര്യമായിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. താൻ സ്കൂൾ കുട്ടിയാണെന്നുണ്ടെങ്കിലും ഡിസിഷൻ എടുക്കുന്ന കാര്യത്തിൽ ഭയങ്കര പവർഫുൾ ആണ് എന്നൊക്കെ പിന്നീട് വന്ന് ക്ലാരിഫൈ ചെയ്യുന്നുണ്ട്. അതിന്റെ ആവശ്യമൊന്നുമില്ലാത്തൊരു മോർണിംഗ് ആക്ടിവിറ്റിയാണ്. ജാൻമണി അർജുനെയും ഗബ്രിയെയും ശ്രീധുവിനെയും പറയുന്നു. പ്രത്യേകിച്ച് കാര്യമായിട്ടുള്ള എടുക്കാൻ വരുന്ന എക്സ്പ്ലനേഷൻസ് ഇല്ല. ജിൻഡോ ഗബ്രിയെയും റസ്മിനെയും അർജുനെയും പറയുന്നു. കാരണം ഗബ്രി ഇന്നലെ ജിൻഡോയായിട്ട് ഉടക്കിയിരുന്നു. അപ്പോൾ ജിൻഡോ പറയുന്നുണ്ട് ഇവന് PG ഒക്കെ ഉണ്ട്, ഡിഗ്രി ഒക്കെ ഉണ്ട്, എന്നാലും അവന് സംസാരിക്കാനൊന്നും അറിയില്ല. പിന്നെ റസ്മിനെയും അർജുനെയും പറയുമല്ലോ. കാരണം പവർ ടീമിൽ ഇപ്പോൾ കാര്യമായി പവറായി ഡിസിഷൻ എടുക്കാൻ ജിൻഡോയ്ക്ക് പറ്റുന്നില്ല. ജിൻഡോയുടെ നുണ ഗെയിം ചേഞ്ചിങ് ശരിക്കും എല്ലാ ആളുകൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അപ്പം അത് കഴിഞ്ഞ ആഴ്ച തന്നെ റസ്മിന് മടുത്തിരുന്നു. കാരണം വ്യക്തിത്വം ഇല്ലാത്ത നിലപാടുകളാണ്. പുള്ളി ഒരു കാര്യം പറയും, എന്നാൽ അതിനകത്ത് പ്രത്യേകിച്ച് കാമ്പൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അവരെതിർപ്പ് പറയുന്നുണ്ട്. അതുകൊണ്ട് ജിൻഡോയ്ക്ക് അവരോട് നല്ല കലിപ്പുണ്ട്. അപ്പോൾ അർജുനെയൊക്കെ സ്ഥിരമായിട്ട് തന്നെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അർജുനെ സ്ഥിരമായിട്ട് ജിൻഡോ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് ഒരു ഗുണമുണ്ട്. അർജുൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു സാധ്യത അതിലൂടെ മാത്രം ഉണ്ടാവുള്ളൂ. അല്ലാതെ വേറൊരാൾ അർജുനെതിരെ ഒരു ഗെയിമായിട്ട് വരില്ല. അപ്പോൾ ഇതിനൊരു സാധ്യതയായിട്ട് മുതലാക്കുകയാണെന്നുണ്ടെങ്കിൽ അർജുൻ ഫാൻസിന് എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കാം. റസ്മിൻ, ജിൻഡോ, അപ്സര, ഗബ്രിയെ ആണ് പറയുന്നത്. ജിൻഡോയൊക്കെ LKG താഴെയുള്ള ഏതെങ്കിലും ക്ലാസ് ഉണ്ടെങ്കിൽ അങ്ങടേക്ക് വിടണം. അമ്മാതിരി ലെവല് താഴ്ന്നിട്ടുള്ള അപ്രോച്ചാണ്, ഒട്ടും മെച്യൂരിറ്റി ഇല്ല. പിന്നെ ഗബ്രി ആണെങ്കിൽ പരാതിക്കാരനാണ്, പരിഭവക്കാരനാണ്, പൊസസീവാണ് എന്നൊക്കെ പറയുന്നു. നോറ, അൻസിബ, അപ്സര, റസ്മിനെയാണ് പറയുന്നത്. ഇവരൊക്കെ ഭയങ്കര ഫോക്കസ്ഡ് ആയിട്ടുള്ള കരിയർ ആഗ്രഹിക്കുന്ന ആളുകളാണ്. ഇവർ ഹയർ സെക്കൻഡറിയിലേക്ക് പോട്ടെ. ഞാൻ വിചാരിച്ചു നോറ രാവിലെ പിന്നെയും പരാതിയായിട്ട് വരും എന്നുള്ളത്. പരാതിയായിട്ട് വന്നില്ല. അപ്സര ജിൻഡോനെയും ജാൻമണിയെയും ഗബ്രിയെയുമാണ് പറയുന്നത്. അപ്പോൾ ജിൻഡോയ്ക്ക് സെയിം ആയിട്ടുള്ള കാരണങ്ങളൊക്കെ തന്നെയാണ്. കള്ളം പറയുന്ന നുണയനാണ്. കാരണം അപ്സരക്കെതിരെയാണ് വലിയ കള്ളം ഇന്നലെ പറഞ്ഞത്. അപ്സര അത് അവിടെ ക്ലാരിറ്റി കൊടുക്കാൻ പറ്റിയില്ല. പിന്നെ ജാൻമണി ഭയങ്കര പിടിവാശിക്കാരിയാണ്. താൻ എല്ലാം ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്നു, തൻ്റെ കാര്യമെല്ലാം നടക്കണം, അങ്ങനെ ഒരു ചിന്തയാണ്. പിന്നെ ഗബ്രി ഒരു വാശിക്കാരനാണ്. അപ്സരയ്ക്ക് പരിചയമുള്ള ചില പിള്ളേരെയൊക്കെ പോലെ തന്നെയാണ്. അപ്പൊ അങ്ങനെ ഒരു രീതിയിലേക്ക് പറയുന്നു. ശ്രീധു ഗബ്രിയെയും ജിൻഡോയെയും ശരണ്യയുമാണ് പറയുന്നത്. ജിൻഡോ വാ തുറന്ന പറയുന്ന ഒരു പയ്യനാണ്. ഗബ്രി സ്കൂളിലൊക്കെ പോയി വില്ലനാവുന്ന, വീട്ടിൽ വന്ന് എല്ലാവരുമായിട്ട് മിങ്കിളാവുന്ന ഒരു പയ്യനാണ്. അപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ ഗബ്രിയുടെ അതൊരു പ്രകടനമാണ്. ശരിക്കും ഉള്ള ഗബ്രി ഇങ്ങനെയല്ല എന്നുള്ളതാണ് ശ്രീധു ഉദ്ദേശിക്കുന്നത്. ശരണ്യ തന്റെ പിണക്കമൊക്കെ ഒരാളോട് മാത്രം പങ്കുവയ്ക്കുന്ന, ഇത്തിരി ഒരു കൂട്ടുകാരിയുമായിട്ട് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരാളാണ്. ശരണ്യ, ജാൻമണി, ശ്രീധു, ജിൻഡോ എന്നിവരെയാണ് പറയുന്നത്. ജിൻഡോയുടെ മൾട്ടിപ്പിൾ സ്വഭാവമാണ്, ഒരു സ്ഥിരതയില്ലാത്തൊരു സ്വഭാവം. പല കുട്ടികൾക്കും ചില പ്രായത്തിൽ 7-8 പഠിക്കുമ്പോൾ അങ്ങനെ വരാറുണ്ട് എന്നുള്ളതാണ് ശരണ്യയുടെ കണ്ടെത്തൽ. ജാൻമണി ഇത്തിരി ഡ്രാമയൊക്കെയാണ്, ഇത്തിരി പിടിവാശിക്കാരിയൊക്കെയാണ് എന്ന് ശരണ്യ പറയുന്നു. അതുപോലെ തന്നെ ശ്രീധു അക്ഷരം തൊട്ട് തന്നെ പഠിക്കേണ്ട, ഭാഷ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ വശമില്ലാത്ത ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ചെറിയ ക്ലാസ്സിലേക്ക് സജസ്റ്റ് ചെയ്യുന്നു. ഋഷി, ജാസ്മിൻ, നോറ, ജിൻഡോ എന്നിവരാണ് പറയുന്നത്. അതിലെടുത്ത് പറയേണ്ടത് നോറ, ജിൻഡോ എന്നിവരുടെ കാര്യമാണ്. ഓവറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന നോറ, ഇമോഷണൽ ആയിട്ടുള്ള നോറ. ജിൻഡോയുടെ ആ ഒരു മെച്യൂരിറ്റി ഇല്ലായ്മ, മണ്ടത്തരങ്ങളും എന്നാൽ ബുദ്ധി ഉണ്ട് എന്ന് തോന്നുന്ന തരത്തിലേക്കുള്ള ചില പ്രവർത്തനങ്ങളും കൂടെ കൂടിക്കുഴഞ്ഞിട്ടുള്ള ഒരു പരിപാടി. അൻസിബ, ജിൻഡോ, ജാൻമണി, യമുനയാണ് പറയുന്നത്. യമുന ഇച്ചിരി ബെറ്റർ ആയിട്ടുണ്ട്, കുറച്ചും കൂടെയൊക്കെ ഒന്ന് കയറി വരുന്നുണ്ട്.
ഒരു ഹൈസ്കൂൾ ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇത്തിരി വില്ലത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. ജാൻമണി പൊസസീവ് ഒക്കെ ആയിട്ടുള്ള മറ്റേ ഒരു ലീഡർഷിപ്പിൻ്റെ ഒരു കാര്യം വെച്ചിട്ടായിരിക്കും അവർ അങ്ങനെ സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കിഡാണ്. അപ്പം ഇതാണ് ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റി. ഇതിനുശേഷം ശ്രീരേഖ, അതേപോലെ തന്നെ യമുന, നവോറ, അപ്സര, ജാസ്മിൻ ഇങ്ങനെയുള്ള ആൾക്കാർ വന്നിട്ട് അവരുടെ ഭാഗം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ശരിക്കും യമുന പറയുന്ന കാര്യങ്ങൾക്കകത്തൊന്നും പ്രത്യേകിച്ച് കാര്യമില്ല. ശ്രീരേഖ വന്നിട്ട് അതിന് ക്ലാരിറ്റി കൊടുക്കുന്നുണ്ട്. താൻ മറ്റേ ബോഡി ഷോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് തൻ്റെ മാത്രം ചിന്തയിലുള്ളതല്ല, ക്രിയേറ്റീവായിട്ട് ഫണ്ണായിട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിച്ചാണ്. ഇപ്പോൾ ബോഡി ഷോ എന്ന് പറയുന്ന ഒരു സാധനം പ്രശ്നമാക്കിയത് ജിൻഡോ ആണല്ലോ. അപ്പോൾ ജിൻഡോ ആ കാര്യങ്ങളിൽ നിലവാരമില്ലാത്ത ഒരുത്തനാണ്. ഇപ്പോൾ ബോഡി ഷോ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ മറ്റേ പോഞ്ഞക്കരയാണല്ലോ ഓർക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ രണ്ടാമൊന്ന് ചോദിച്ച് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ജിൻഡോ നൈസായിട്ട് അത് ഉള്ളിലേക്ക് വെച്ച് നൈസായിട്ട് ഇവിടെ കൊണ്ടുവന്ന് എടുത്തിട്ടു. അപ്പം അതിനകത്ത് ജിൻഡോയെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ജിൻഡോയുടെ അപ്രോച്ചുള്ള ആളുകൾക്ക് അതിനകത്തൊരു ഗെയിം ഉണ്ടായിരിക്കും. പക്ഷേ അതിനകത്ത് പ്രത്യേകിച്ച് സംഗതിയൊന്നുമില്ല, ഒരു നിലവാരമില്ലായ്മ പറയാൻ പറ്റത്തുള്ളൂ. അതേപോലെ ജിൻഡോ പറഞ്ഞ സംഗതിയില്ല. ജിൻഡോ ചേട്ടാ മസിൽ പിടിച്ച് നടക്കരുതേ, മസിലിനെ അപമാനിക്കുന്നോടി, നീ എൻ്റെ മസിലിനെ അപമാനിച്ചു, ഞങ്ങൾ മസിൽമാന്മാരുടെ മസിലിനെ വില കുറച്ച് കാണണോ? ഇപ്പം നമുക്കിതൊരു നാടൻ ഭാഷയാണ്, അല്ലെങ്കിൽ ലോക്കലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. മസിൽ പിടിക്കരുതേ, ഈ മസിൽ ഇവന്മാർക്ക് മറ്റേ എഴുതി കൊടുത്ത് വീട്ടിൽ വിട്ടിരിക്കുന്ന സാധനമല്ലല്ലോ, എല്ലാ ആളുകൾക്കുള്ള ഒരു സാധനമല്ലേ. ഈ മസിൽ എന്ന് പറയുന്ന എല്ലാ ആളുകൾക്കുള്ള ഒരു സാധനം പിടിക്കരുത് എന്ന് ജിൻഡോയോട് പറയുമ്പോൾ അതെങ്ങനെയാണ് ഒരു കൂട്ടം ബോഡി ബിൽഡേഴ്സിനെ എഫക്ട് ചെയ്യുന്നുള്ളത് എനിക്കും മനസ്സിലായില്ല. ഇത്തരത്തിലുള്ള മറ്റേ ഉണ്ണിപ്പിണ്ടി കേസൊക്കെയാണ് ജിൻഡോയുടെ ഗെയിം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മറ്റേ ജിൻഡോ ഫാൻസിനോട് പറയുന്നത്, വെയിറ്റ് ചെയ്യുക, കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മിടുക്കൻ ചെറുപ്പക്കാർ വരാൻ സാധ്യത ഉണ്ട്. എന്നിട്ട് നിങ്ങളൊരു രാജാവിനെ ചൂസ് ചെയ്യുക. അപ്പോൾ അല്ലെങ്കിൽ പിന്നെ ജിൻഡോ രാജാവിനെയൊക്കെ 2 കൊല്ലം താങ്ങാന്ന് പറഞ്ഞാൽ അടുത്ത ബിഗ് ബോസ് വരെ താങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങളുടെ നിലവാരം താഴേക്ക് പോകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ജിൻഡോ ഏതെങ്കിലും നിലവാരമുള്ള ഒരു കളിയുമായിട്ട് കയറി വരട്ടെ. അപ്പോൾ അതാണ്, അത് പറഞ്ഞിട്ട് കാര്യമില്ല. അത് അങ്ങനെയുള്ള ഒരു സീസണാണ്. അങ്ങനെ നിലവാരമുള്ള ആൾക്കാരൊന്നുമില്ല. മറ്റേ ഹൈജീൻ ഇഷ്യൂവിനെ കുറിച്ചിട്ടൊക്കെ പറയുന്ന സമയത്ത് ഓർക്കാൻ തന്നെ പറ്റത്തില്ല. നോറ മറ്റേ പേൻ എന്ത് ഐറ്റമാണെന്ന് ഞാൻ ആലോചിക്കണം. അതേപോലെ തന്നെ ജാസ്മിൻ്റെ മറ്റേ ഫുഡുമായിട്ടുള്ള ഇടപെടൽ, ഇതൊന്നും അവിടെ പറ്റുന്നില്ല. പിന്നെ മുടിയൻ്റെ മുടിയൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കിച്ചണിലേക്കൊക്കെ വരുമ്പോൾ ഞാനിങ്ങനെ പേടിക്കാറുണ്ട്. ഇത്ര മുടിയൊക്കെ വെച്ചിട്ട് ഒരാൾ എങ്ങനെയാണ് കിച്ചണിൽ വന്ന് പെരുമാറുന്നത്? അതേപോലെ ഇപ്പം മുടിയൊക്കെ എങ്ങനെയാണ് അദ്ദേഹം അത് കെയർ ചെയ്യണമെന്ന് എനിക്കറിയില്ല. പിന്നെ അതൊക്കെ പേഴ്സണൽ കാര്യമാണെന്നുണ്ടെങ്കിലും ഈ ഒരു ഫുഡ്, അതേപോലെ തന്നെ ഒരു കൂട്ടമായിട്ടൊക്കെ ജീവിക്കുന്ന സമയത്ത് അതൊക്കെ ഒരു മെയിൻ സംഭവമാണ്. അപ്പോൾ അവർക്കൊക്കെ വല്ല ഹെഡ് ക്യാപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നൈസായിരിക്കും. മുടിയൊക്കെ ആണെങ്കിൽ പുറത്ത് വെച്ച് നമ്മൾ കാണുന്ന പോലെയല്ല, ഇപ്പം വേറെ എന്തോ ഒരു രൂപത്തിലൊക്കെയാണ് ഇരിക്കുന്നത്. അതിൽ എന്തൊക്കെയോ മാറാലയൊക്കെ പിടിച്ചതുപോലെയുള്ള ചില ലുക്കൊക്കെ ചില സമയത്ത് കാണാൻ പറ്റും. അപ്പോൾ ഇതുപോലുള്ള കുറേയധികം കാര്യങ്ങൾ ഹൗസിലുണ്ട്. എങ്ങനെയാണോ ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറയുന്ന കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നത്? ഈ പേൻ എന്നൊക്കെ പറയുന്ന സാധനം എനിക്ക് ഭയങ്കര പേടിയുള്ളൊരു സാധനമാണ്. അപ്പോൾ ഹൗസിലുള്ള ബാക്കിയുള്ള ആളുകൾക്ക് ഒരു പേടി ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതുപോലുള്ള കുറേ കാര്യങ്ങളാണ് സീസൺ 6ൻ്റെ ഒരു പ്രത്യേകത. വളരെ ക്വാളിറ്റി ഉള്ളൊരു സീസൺ. ഇതിൽ നിന്നൊരു രാജാവിനെയൊക്കെ എടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ നിലവാരം പോരാ കേട്ടോ. നന്ദി.